നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. മിഥുന് വിട ചൊല്ലി ജന്മനാട്. കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. അപകടത്തിൽ വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകി. ശബരിമല ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGPയുടെ റിപ്പോർട്ട്. ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. ആരോഗ്യ കാരണങ്ങളാലാണ് ട്രാക്ടറിൽ യാത്ര നടത്തിയതെന്ന് ADGP. ഇനി ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി DGP. നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ തൃശൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് എൽത്തുരുത്ത് സ്വദേശി ആബേൽ. റോഡ് ഉപരോധവുമായി BJPയും കോൺഗ്രസും. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സഹോദരൻ മനുവായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുട്ടിയുടെ മൃതദേഹം വിലാപയാത്രയായാണ് തേവലക്കര ഹൈസ്കൂളിൽ എത്തിച്ചത്. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് മിഥുനെ അവസാനമായി കാണാനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി എത്തിയത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, മിഥുൻ ഇനി കണ്ണീരോർമ്മയാണ് നമ്മുടെ മനസ്സുകളിലൊക്കെ. ആയിരങ്ങളാണ് മിഥുനെ ഒരു നോക്ക് കാണാനായി അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ ആയിട്ട് കൊല്ലത്തേക്ക് എത്തിയത്. സ്കൂളിലും വീട്ടിലുമായിട്ടൊക്കെ എത്തിയിരുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അമ്മ നാട്ടിലെത്തിയിരുന്നു. ഇന്നിപ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ് സുധീഷ്? തീർച്ചയായും അശ്വതി, അല്പം മുമ്പാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. മിഥുന്റെ സഹോദരൻ മനുവാണ് ചിതയ്ക്ക് തീ പകർന്നത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും മിഥുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരും ഒക്കെ വീട്ടിൽ നിന്ന് മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മഴയും ഇവിടെ ശക്തമാണ്. അല്പസമയം മിഥുന്റെ വിലാപയാത്ര ഒക്കെ തുടങ്ങിയ സമയത്ത് മാറി നിന്ന മഴ ഇപ്പോൾ അത് വീണ്ടും ശക്തമായിരിക്കുന്നു. ഏറെ വൈകാരികമായ ഒരു നിമിഷങ്ങളായിരുന്നു മിഥുന്റെ വീട്ടിലും ഒപ്പം ഇന്ന് മിഥുൻ പഠിച്ചിരുന്ന സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നത്. ഏറെ വൈകാരികമായ സന്ദർഭങ്ങളിലൂടെ ആയിരുന്നു മിഥുന്റെ വിലാപയാത്ര ഉൾപ്പെടെ പൊതുനിരത്തിലൂടെ കടന്ന് പോയിക്കൊണ്ടിരുന്നതും. ഏറെ സമയം കാത്തുനിന്നതിന് ശേഷമാണ് പലർക്കും ഇതിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞത്. രാവിലെ 10 മണിയോടുകൂടി 10:30 സ്കൂൾ വളപ്പിൽ പൊതുദർശനം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിന് സാധിച്ചില്ല. ഏകദേശം അത് പറഞ്ഞിരുന്ന സമയം 1 മണിക്കൂർ വൈകി മാത്രമാണ് പൊതുദർശനത്തിന് സ്കൂളിൽ മിഥുന്റെ മൃതദേഹം എത്തിച്ചത്. അവിടെ നിന്നും തുടർന്ന് വീട്ടിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോയി. സ്കൂൾ അങ്കണത്തിൽ മിഥുന്റെ ചേതനയേറ്റ ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സഹപാഠികളും അധ്യാപകരും ഒപ്പം നാട്ടിലുള്ള മിഥുനെ അറിഞ്ഞവരും അറിയാത്തവരുമായ നിരവധി പേരാണ് എത്തിയിരുന്നത്. എല്ലാവരുടെയും ഹൃദയം നുറുങ്ങുന്ന വേദനയിലൂടെ ആയിരുന്നു അവിടെയുള്ള ഓരോ സമയങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. തുടർന്ന് വിലാപയാത്ര വീട്ടിലേക്ക് എത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മ, വിദേശത്ത് നിന്നും എത്തിയ അമ്മ മിഥുന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി മകനെ ഒരു നോക്ക് കാണാനായി. അമ്മയുടെ അവസ്ഥ കണ്ട ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ച. സ്വന്തം മകനെ ചേതനയേറ്റ ശരീരമായി കാണേണ്ടി വരുന്ന ഒരമ്മ ഒരുപാട് പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് തന്റെ കുടുംബത്തിന് ഒരു ആശ്രയമായി, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഒപ്പം നല്ലൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട വിദേശത്തേക്ക് യാത്ര പോയ അമ്മ, അവധിക്ക് കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളുമായി നാട്ടിൽ മടങ്ങിയെത്തേണ്ടിയിരുന്ന അമ്മ. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് മകൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു എന്ന
ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് ആ വേദനയിൽ തളർന്ന അവശയായ ആ അമ്മ വന്നിറങ്ങുന്ന ആ കാഴ്ച ആരുടെയും കണ്ണിനെ ഇറനണിയിക്കുന്നതായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് എത്തിച്ചേർന്ന പൊതുജനങ്ങൾ, നാട്ടുകാർ, ഒപ്പം അധ്യാപകർ, അവരൊക്കെ തന്നെ ഒരു വേദനിക്കുന്ന ഓർമ്മകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് പലരും അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയത്. ഇത്തരം അപകടങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ, തങ്ങളുടെ കുടുംബത്തിലോ കുഞ്ഞുങ്ങൾക്കോ ഒന്നും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അതിന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കട്ടെ, ഇതൊക്കെ ഒരു പാഠമാകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിനെ ഒരു നോക്ക് കാണാനെത്തിയവർ അവിടെ നിന്നും മടങ്ങിയത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്കും എത്തിയിരിക്കുന്നു. അടിയന്തരമായ അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പും KSCBയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ, നിലവിലുണ്ടായിരിക്കുന്ന നടപടികളിൽ നിന്നും കൂടുതൽ നടപടികളിലേക്ക്, അതായത് ഈ വീഴ്ച വരുത്തിയ ഈ ഒരു ദുരന്തത്തിൽ വീഴ്ച സംഭവിച്ച അധികൃതരുടെ ഭാഗത്തേക്ക് കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയ ഓരോ ആൾക്കാരും, അല്ലെങ്കിൽ ഭരണവർഗത്തിൽ ഉള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ, ഇവിടെ എത്തിയ വീട്ടുകാരെ സമാധാനിപ്പിച്ച, കഴിഞ്ഞ ദിവസം എത്തി സമാധാനിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിൽ കൃത്യമായ ഒരു നടപടി, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തി കൃത്യമായ നടപടി ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. അശ്വതി. ശരി. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ അധികൃതരുടെ അനാസ്ഥയിൽ ജീവൻ പൊലിഞ്ഞ മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സഹോദരൻ മനുവായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വിവരങ്ങളാണ് സുധീഷ് കുമാർ കൊല്ലത്തു നിന്നും പങ്കുവച്ചത്. ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയതായി DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. ആരോഗ്യ കാരണങ്ങളാലാണ് ട്രാക്ടറിൽ യാത്ര നടത്തിയതെന്നാണ് അജിത് കുമാർ DGPക്ക് നൽകിയ വിശദീകരണം. ഇത്തരം പ്രവൃത്തി ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശം DGP റവാഡ ചന്ദ്രശേഖർ നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, നമുക്കറിയാം MR അജിത് കുമാർ സംസ്ഥാന സർക്കാരിന്റെ ഗുഡ് ലിസ്റ്റിൽ പേര് നേരത്തെ മുതലുണ്ടായിരുന്നു. പക്ഷേ വിവാദങ്ങളൊന്നും ഒഴിയുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ട്രാക്ടർ വിവാദം. ഇതിപ്പോൾ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഏറ്റവും ഒടുവിലായി DGP നൽകിയ താക്കീത് എന്താണ്? DGP ആണിപ്പോൾ MR അജിത് കുമാറിൻ്റെ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട, ട്രാക്ടറിലുള്ള ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ശബരിമലയിൽ 2.5 വർഷത്തോളം ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു MR അജിത് കുമാർ. അതിനാൽ തന്നെ MR അജിത് കുമാറിന് ഈ രീതിയിൽ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഭക്തനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടോ യാത്ര ചെയ്യാൻ പാടില്ല എന്ന വിവരം കൃത്യമായി അറിയാവുന്ന ആളാണ്. അതിനാൽ തന്നെ MR അജിത് കുമാറിനോട് വിശദീകരണം തേടിയതിനു ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് തേടിയതിനകത്തും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ആരോഗ്യ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ ശബരിമലയിലേക്കും തിരിച്ചും അദ്ദേഹം ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് തന്നെ അദ്ദേഹം ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഒരു താക്കീത് രൂപേണ മാത്രമാണ്. ഇത് ആവർത്തിക്കരുത് എന്നൊരു കാര്യം മാത്രമാണ് ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചുണ്ട്. ദേവസ്വം ബോർഡ് ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ദേവസ്വം ബോർഡ് ബെഞ്ചിനും കഴിഞ്ഞ ദിവസം അജിത് കുമാറിൻ്റെ യാത്ര സംബന്ധിച്ച റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അടക്കം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയായതിനാൽ തന്നെയാകും ഒരുപക്ഷെ റവാഡ ചന്ദ്രശേഖരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു വലിയൊരു തരത്തിലുള്ള ഒരു താക്കീതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കമോ ഉണ്ടാകാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനത്തിലേക്ക് കടക്കും. തിങ്കളാഴ്ച ഒരുപക്ഷേ ഈ 2-അംഗ ബെഞ്ചുണ്ട് ഹൈക്കോടതിയുടെ. ആ 2-അംഗ ബെഞ്ചാണ്, ദേവസ്വം ബോർഡ് ബെഞ്ചാണ് ഇക്കാര്യം പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഇക്കാര്യത്തിൽ പരാമർശം നടത്തിയിരുന്നു. ഒപ്പം തന്നെ കോടതിയിലേക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. ഇനി വരാൻ പോകുന്നത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൂടി ഇത് സംബന്ധിച്ച വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ എന്ത് നടപടിയായിരിക്കും ഹൈക്കോടതി എടുക്കുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി, വിവരങ്ങളാണ് രജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കാനാണ് പുതിയ നീക്കം. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ.
നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതോടെയാണ് വീണ്ടും തുടർ ചർച്ചകൾ സജീവമായത്. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാനെ മധ്യസ്ഥ ശ്രമത്തിൽ പങ്കാളിയാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുമുണ്ട്. ഇപ്പോൾ ആരെയും കാണേണ്ടതില്ല എന്ന നിലപാടിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം. അത്തരമൊരു സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. 4-അംഗ സംഘം യാത്രാനുമതി തേടിയിരിക്കെയാണ് ഇത്തരമൊരു വിലയിരുത്തലിൽ കേന്ദ്രം എത്തി നിൽക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിമിഷപ്രിയയുടെ മോചന ശ്രമ ചർച്ചയ്ക്ക് അവകാശം കുടുംബത്തിന് മാത്രമാണെന്നും സാധ്യമായതെല്ലാം കേന്ദ്രം ചെയ്യുന്നുണ്ടെന്നും AG കോടതിയിൽ അറിയിച്ചിരുന്നു. മോചന ശ്രമത്തിന് ബാഹ്യ സംഘടനകളുടെ ഇടപെടൽ ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക് അമൃത TV. നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ എന്നും ഒരു പണിയുമില്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൾ ഹമീദ്. കാന്തപുരം മുസ്ലിയാർക്ക് യമനി പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ട്. യമനികളെ പ്രകോപിപ്പിച്ച് അനുകൂല സാഹചര്യം ഇല്ലാതാക്കരുതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഇതുകൊണ്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും പറയാം. ഉസ്താദിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് എല്ലാ മീഡിയക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. അത് കുടുംബവുമായി ഉസ്താദിന് ബന്ധപ്പെടാനുള്ള ഒരു ചാനൽ കിട്ടിയതുകൊണ്ടാണ്. അതിപ്പോൾ തെറ്റ് പ്രചരിപ്പിക്കാനായിട്ട് നമ്മളെ കേരളക്കാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത് തന്നെ ഇപ്പോൾ അവിടുന്ന് വാട്സപ്പ് മെസ്സേജ് വിടുക ആദ്യം കുടുംബത്തിന്. ഇതൊക്കെ കുറേ ആളുകൾ തൊഴിലാക്കിയിരിക്കുകയാണ്. എങ്ങനെയും ആ കുട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുകയാണല്ലോ വേണ്ടത്. ഒരു മനുഷ്യസ്നേഹി എന്നില്ലേ. പിന്നെ അതിൻ്റെ കുടുംബക്കാരെ വീണ്ടും പ്രകോപിപ്പിച്ച് അതില്ലാതാക്കാൻ ശ്രമം നടക്കുന്നത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്. ചെയ്യാൻ പാടില്ല. ഉസ്താദ് എന്തായാലും അവിടുത്തെ പണ്ഡിതന്മാരെ മുഖേന നല്ലൊരു സ്വാധീനമുണ്ട്, ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രമിച്ചു. വിജയിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കാം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ഉത്തരേന്ത്യക്ക് മുകളിലുള്ള 2 ചക്രവാത ചുഴികളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യക്ക് മുകളിലുള്ള 2 ചക്രവാത ചുഴികളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. ചൊവ്വാഴ്ച വരെ മഴ തുടരും. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെ അവധിയാണ്. കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. കോഴിക്കോട്ടെ വടകര താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉത്തരേന്ത്യയിൽ കനത്ത മഴയും മഴക്കെടുതിയും തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 110 ഉയർന്നു. 35 പേരെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമായി കാണാതായിട്ടുണ്ട്. 1220 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് കണക്കാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ്. ഡൽഹിയിൽ യെല്ലോ അലർട്ട് തുടരുന്നു. അടുത്ത 4 ദിവസം കൂടി ഉത്തരേന്ത്യയിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാവിലെ 9:15 അപകടം. കുന്നംകുളത്തേക്ക് പോരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ആബേൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. കുഴികളും തുറന്നു മലർത്തിയിട്ടേക്കാണ്. ബസ്സുകൾക്കാണെങ്കിൽ മരണപ്പാച്ചില്. കേരള ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇവിടെ ഒരു ജില്ലാ ഭരണകൂടമുണ്ടോ? ജില്ലാ ഭരണകൂടത്തിന്റെ മൂക്കിന് താഴെയാണ് ഈ കുഴി. പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി.
മേയർ ഇടപെട്ട റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. അമൃത ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ മരണക്കുഴികളിൽ ശക്തമായ സമരം നടത്തുമെന്ന BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. കുഴിയുടെ കാര്യത്തിൽ PWD NH വ്യത്യാസമില്ലാതെ BJP പ്രതിഷേധിക്കും. തൃശൂർ കോർപ്പറേഷൻ റോഡുകളിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ മേയറെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കുഴി വിഷയത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ BJP സമരം നടത്തുമെന്നും B. ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയിലെ കുഴിയുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരം BJP സമർപ്പിക്കും. ദേശീയപാതയിലെ കുഴിയിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയപാത പണിയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടികയിൽ തള്ളി അവരെ ഒഴിവാക്കി. മാസങ്ങളായിട്ട് ദേശീയപാത ബ്ലോക്കാണ്, കുഴികളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അവിടെ കുഴിയുടെ മനസ്സിലായിട്ടില്ലേ? ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ടല്ലോ. എവിടെ ചെയ്തു? ഒരു കാര്യം ചെയ്തു, ദേശീയപാതയിൽ എവിടെ കുഴി കാണിച്ചു? നിങ്ങൾ ദേശീയപാതയിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു റോഡിൽ എവിടെ കുഴിയുണ്ടെങ്കിൽ ദേശീയപാത ഇടപെടി ഇവിടുത്തെ കുഴി ഞങ്ങൾ സമരം, അവിടുത്തെ കുഴി സമരം, അങ്ങനെ ഒന്നുമില്ല. ദേശീയപാത കുഴി സമരം ചെയ്യും. ആവശ്യമില്ല. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് നൽകിയ അധ്യാപകൻ പിടിയിൽ. മലപ്പുറം എയ്ഡഡ് സ്കൂൾ അധ്യാപകനായിരുന്ന വെന്നിയൂർ സ്വദേശി സൈനുൽ ആബിദീൻ ആണ് അറസ്റ്റിലായത്. കേസിലെ 5ാം പ്രതിയാണ് സൈനുൽ ആബിദീൻ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിരുന്ന സൈനുൽ ആബിദീൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് പ്രതി കേസ് അന്വേഷിക്കുന്ന കോഴിക്കോട് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരായത്. യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പർ ചോർത്തിയ കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിന്റെ സിഇഒക്ക് ചോദ്യപേപ്പർ ഫോണിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത് സൈനുൽ ആബിദീൻ ആണെന്നാണ് കണ്ടെത്തൽ. ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്ത മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതേസമയം കേസിൽ ഇപ്പോൾ ആകെ അറസ്റ്റിലായത് 5 പേരാണ്. മറ്റു പ്രതികളായ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഷുഹൈബ്, മലപ്പുറം കോൽമണ്ണ സ്വദേശി T. ഫഹദ്, കോഴിക്കോട് പാവങ്ങാട് സ്വദേശി CK ജിഷ്ണു എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തി MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി സംരക്ഷണം ചെയ്തു പണമുണ്ടാക്കിയെന്നാണ് കേസ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂമി കയ്യേറ്റമെന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ റവന്യൂ അധികൃതർ ഗൂഢനീക്കം നടത്തുന്നതായ ആക്ഷേപം. പ്രദേശത്തെ 2 സർവേ നമ്പറുകളിൽ ഉൾപ്പെടെ വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നടപടികൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുവെന്ന് പരാതി ഉയരുന്നു. ഇടുക്കി പരുന്തുംപാറയിൽ ഭൂസംബന്ധമായി യാതൊരു പരാതികളും മുൻപുണ്ടായിരുന്നില്ല. ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധനയ്ക്കിടെയാണ് പരുന്തുംപാറയിലും കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നത്. തുടർന്ന് ഇവിടുത്തെ ഭൂരേഖകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലും പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മാസം മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 2100 കുടുംബങ്ങൾക്കാണ് റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകിയത്. അധികൃതരുടെ നടപടിയിൽ പകച്ചു നിൽക്കുകയാണ് ഇവർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മേലെ കെട്ടിവയ്ക്കുന്ന ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ഇപ്പോൾ നടപ്പാക്കുന്നത്. റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജപ്പട്ടയം തയ്യാറാക്കിയിട്ടും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, 5 ഏക്കർ വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ 5 ഏക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്.
വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നുണ്ട്. അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നു. ഗ്രാമ്പി, കല്ലാർ, ഓട്ടപ്പാലം, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി റവന്യൂ അധികൃതർ ആരോപിക്കുന്നത്. ഈ മേഖലയിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ്. കൈവശ ഭൂമിയുടെ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നവരും നിരവധിയുണ്ട്. പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാൻ റവന്യൂ അധികൃതർ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. അഹമ്മദാബാദ് വിമാന അപകടത്തിന് പിന്നിലെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ തള്ളി US ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്. വിമാനാപകടത്തിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണെന്ന റിപ്പോർട്ടുകളാണ് തള്ളിയത്. അപകടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ AIB പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അതിലുള്ള സാധ്യതയും കാരണവും നിർണ്ണയിക്കുന്ന അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ 1 വർഷമോ അതിൽ കൂടുതലോ കാലതാമസം എടുത്തേക്കും. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവന്നതെന്നും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്നും ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ചെയർമാൻ ജെന്നിഫർ ഹോമൻറ്റി. ഇത്തരം അന്വേഷണങ്ങൾ ബുദ്ധിമുട്ടേറിയതും സമയമെടുക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി. വിമാനത്തിന്റെ ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റനോട് എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തില്ല എന്ന മറുപടിയുമുള്ള ഓഡിയോ റെക്കോർഡുകൾ പുറത്തുവന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾ. സമീപകാല റിപ്പോർട്ടുകൾ ഊഹാപോഹമെന്നാണ് വിശേഷിപ്പിച്ചത്. ജൂൺ 12 നടന്ന അപകടത്തിൽ 260 പേരാണ് മരിച്ചത്. ബോയിങ് 787 ഡ്രീം ലൈനർ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം എഞ്ചിൻ പവർ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് NTSBയുടെ സഹായത്തോടെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ തീരുമാനത്തിലേക്ക് തിടുക്കം കൂട്ടരുതെന്ന് എയർ ഇന്ത്യയും AAIBയും അഭ്യർത്ഥിച്ചു. AAIBയുടെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം വിമാനം വായുവിലേക്ക് പറന്നതിന് നിമിഷങ്ങൾക്കുള്ളിൽ 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് തിരിച്ചു. ഇത് എഞ്ചിനുകളിൽ ഇന്ധനം തീർക്കാൻ കാരണമായി. 10 സെക്കൻഡിനുള്ളിൽ സ്വിച്ചുകൾ തിരികെ വന്നെങ്കിലും വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വളരെ വൈകിയെന്നാണ് കണ്ടെത്തൽ. സ്വിച്ചുകൾ അശ്രദ്ധമായോ മനഃപൂർവ്വമോ അല്ലെങ്കിൽ സാധ്യമായ സാങ്കേതിക തകരാർ മൂലമോ നീക്കിയതാണോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബോയിങ് 787 വിമാനത്തിലോ അതിന്റെ GE എയ്റോസ്പേസ് എഞ്ചിനുകളിലോ ഇതുവരെ മെക്കാനിക്കൽ തകരാറുകൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മുൻകരുതൽ നടപടിയായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബോയിങ് 737, 787 വിമാനങ്ങളിലുള്ള ഇന്ധന സ്വിച്ച് സിസ്റ്റങ്ങൾ പരിശോധിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. AAIB പ്രാഥമിക കണ്ടെത്തലുകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും സാധ്യതയുള്ള കാരണം നിർണ്ണയിക്കുന്നതിനും ശുപാർശകൾ നൽകുന്നതിനും അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ 1 വർഷമോ അതിൽ കൂടുതലോ കാലതാമസം എടുത്തേക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ അനധികൃത നിയമനത്തിനെതിരെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ ചെയർപേഴ്സൺ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ അഴിമതികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുന്നതിന് ഭാഗമായാണ് BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉപവാസം സംഘടിപ്പിച്ചത്. ഇരിക്കാൻ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സാധിക്കുക. എന്നാൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. കൊറോണയുടെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും. കൊറോണയുടെ സമയത്ത് പണ്ടാരടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പവിത്രമായ രീതിയിൽ അവിടെ അഗ്നി ജ്വലിക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ പൊങ്കാല അടുപ്പ് നിവേദ്യത്തിന് വേണ്ടി വെച്ച സമയത്ത് അതിന് ലക്ഷങ്ങൾ കണക്കെഴുതി. എന്താണ്? പൊങ്കാല കഴിഞ്ഞ് ശുചീകരണ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കെഴുതിയെടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കുറ്റപത്രം PP ദിവ്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നതെന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ. ADM കൈക്കൂലി വാങ്ങിയെന്നതിലേക്ക് നയിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. ADM കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴിയും നിർണായകമാകും. ദിവ്യയ്ക്ക് എതിരായ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും അഡ്വക്കേറ്റ് K വിശ്വൻ പറഞ്ഞു. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ PP ദിവ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പമുണ്ട്. ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ADM കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട്
വേട്ടയാടപ്പെടുകയാണ് PTBയുടെ അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന് കളക്ടറോട് ഒരു കുറ്റസമ്മതം പോലെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന് കളക്ടറുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല എന്നും നവീൻ ബാബുവിന്റെ ബന്ധുവും അഭിഭാഷകനുമായ അനിൽ P. നായർ. ഇത് മറ്റാരെയോ സഹായിക്കാൻ വേണ്ടി ദിവസങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടി അധികാരപരിധിയിൽ വരാത്ത കാര്യം ചെയ്തു കൊടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്നതല്ലേ അഴിമതിയെന്നും പ്രശാന്ത് ഉൾപ്പെടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗൂഢാലോചന നടത്തിയ എല്ലാവരും കേസിൽ പ്രതിയാകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് യാതൊരു സാഹചര്യമില്ല. അങ്ങനെ ഒരു കാരണവശാലും ഒരിക്കലും അത്രയൊരു റിലേഷൻ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നില്ല കളക്ടറും മരണപ്പെട്ട ശ്രീ നവീൻ ബാബുമായിട്ടുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും കളക്ടറോട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കുറ്റസമ്മതം പോലെ എന്തെങ്കിലും പറയേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അവർ തികച്ചും ആരെയോ സഹായിക്കാൻ വേണ്ടി വളരെ കൃത്യമായി തയ്യാറാക്കിയ, ദിവസങ്ങൾക്ക് ശേഷം തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പോലീസിന്, എത്ര ദിവസം കഴിഞ്ഞാൽ പോലീസിന് കൊടുക്കുന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്. കാരണം ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഈ കേസിന്റെ പുറകിൽ. അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ അതിനെയും ഈ സാഹചര്യത്തിൽ, ഈ കേസിന്റെ മൊത്തത്തിലുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് ആ തരത്തിലേക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാർ അവതരിപ്പിക്കുന്ന പൂരക്കളിയിൽ ചുവടുവെച്ച് അങ്കരമാർ. കാസർഗോഡ് നാദക്കോട്ട് കഴകം ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയാണ് പൂരക്കളി അവതരിപ്പിച്ച് ആസ്വാദകരെ ആകർഷിച്ചത്. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന പൂരക്കളിയിലെ ഒന്നാം നിറവും രണ്ടാം നിറവും പാടിക്കൊണ്ടാണ് വനിതാ സംഘം പൂരക്കളി അവതരിപ്പിച്ചത്. താളത്തിനൊത്ത് വനിതകൾ ചുവടുവെച്ചപ്പോൾ കാണികൾക്ക് പുതിയ അനുഭവമായി മാറി. മടിക്കൈ നാദക്കോട്ട് കഴകം ഭഗവതി ക്ഷേത്രം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പൂരക്കളി അവതരണം. രണ്ടു മാസം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് അങ്കനമാർ ചുവട് വെച്ചത്. പൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ പുരുഷന്മാരുടെ സംഘമാണ് പൊതുവെ പൂരക്കളി അവതരിപ്പിക്കാറുള്ളത്. കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വനിതാ പൂരക്കളി അരങ്ങേറിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്. തൃശൂർ അത്താണിയിൽ സംസ്ഥാന പാതയിലെ മരണക്കുഴികൾക്കെതിരെ ഭീമൻ ഐസ് കട്ടയിൽ പെയിന്റ് അടിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. കനത്ത മഴയിലും പാറമണലും മെറ്റലും ഉപയോഗിച്ച് സംസ്ഥാന പാതയിലെ കുഴികൾ അടയ്ക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം കുഴിയടച്ച് 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ആലപ്പുഴ ബീച്ച് വാർഡിലെ ESI ആശുപത്രി ശോചനാവസ്ഥയിൽ. പഴകിയ കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് ഇളകി വീണു. മഴക്കാലമായതോടെ ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ആശുപത്രിയിൽ ജീവൻ പണയം വെച്ചാണ് രോഗികൾ മരുന്നിനായി എത്തുന്നത്. തന്ത്രപൂർവ്വം കേരളത്തിൽ ഭരണം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം നേടാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ മലപ്പുറത്ത് നിന്നും അനുവാദം തേടേണ്ട സ്ഥിതിയാണ്. സഭകളും അധികാരത്തിനായി ചരട് വരികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസുകൾ പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടിയാണെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് ആരോപിച്ചു. SNDP യോഗം കോട്ടയം യൂണിയന്റെ ശാഖാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സഭകൾക്കും കേരള കോൺഗ്രസിനുമെതിരെ വെള്ളാപ്പള്ളി നടേശൻ കടുത്ത വിമർശനം ഉന്നയിച്ചത്. അധികാരം പിടിച്ചെടുക്കാൻ ക്രൈസ്തവ സഭകളും മുസ്ലിം സമുദായവും വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ച വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ കീഴ്പ്പെടുന്ന സ്ഥിതിയാണെന്നും കൂട്ടിച്ചേർത്തു. സൂംബ വിഷയത്തിലും സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മുസ്ലിം സമുദായ സംഘടനകൾ ഉയർത്തിയ എതിർപ്പിനെ വെള്ളാപ്പള്ളി നിശിതമായി വിമർശിച്ചു. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഭാവനാരൂപമായി കണ്ടുകൊണ്ടുപോലും അധികാരത്തിലെത്തുവാൻ വേണ്ടി അവർ ഇപ്പോഴേ ചരടുവരുത്തം തുടങ്ങിക്കഴിഞ്ഞു. കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്ന അവസ്ഥയായി ഇവിടെ. എന്ത് ചെയ്യാനും മലപ്പുറത്ത് പോയി അനുവാദം തേടേണ്ട സ്ഥിതിയായി. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. തന്ത്രപൂർവ്വം അധികാരം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണിതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ കാന്തപുരം പറയണത് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെൻറ് എന്ന നിലയിലേക്ക് എത്തില്ലേ. സ്കൂളിലെ കുട്ടികൾക്ക്
ഈ സൂംബ നൃത്തം ഗവൺമെൻറ് കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി. കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടിയാണ്. PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഗുണം മുഴുവൻ കിട്ടിയത് ക്രൈസ്തവർക്കാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. ദേശീയപാത 85-ലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് ആരോപിച്ച് ഡീൻ കുര്യാക്കോസ് MP അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടത്തി. K. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് നിവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു ദേശീയപാത 85-ന്റെ വികസനം. ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങൾ വനമാണെന്ന് കാണിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയെ സർക്കാർ പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്ന് ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി.